എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ചാപ്റ്ററിലിട്ടാണ് കിടക്കുന്നത്, അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അല്ല, ഒന്നാമത്തെ ക്ലാസ്സാണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. അതായത് if a quantity y varies with another quantity x satisfies some rule y equal to f of x, that is function, then dy by dx or f prime x represents the rate of change of y with respect to x. അതായത് ഒരു ക്വാണ്ടിറ്റി രണ്ട് എക്സ് വൈ എന്ന് പറയുന്ന ക്വാണ്ടിറ്റീസ് ആണ് എടുക്കുന്നത്. എക്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, വൈ എന്ന് പറയുന്ന വേറൊരു ക്വാണ്ടിറ്റി. ഈ വൈ ക്വാണ്ടിറ്റി വേരീസ് വിത്ത് അനദർ ക്വാണ്ടിറ്റി എക്സ് സാറ്റിസ്ഫൈങ് സം റൂൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഒരു റൂൾ അനുസരിച്ച് വേരി ചെയ്യുകയാണ് y എന്ന ക്വാണ്ടിറ്റി. ദെൻ ഡി വൈ ബൈ ഡി എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ of a circle with respect to its radius r when r equal to 3. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ r equal to 4. ഈ സർക്കിളിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ സർക്കിൾ വലുതായിക്കൊണ്ടിരിക്കും. സർക്കിൾ വലുതാകുമ്പോഴാണ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ r 3 ആകുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഈ സർക്കിളിൻ്റെ റേഡിയസ് r എന്ന് എടുക്കാം. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എന്താണെന്ന് നമുക്കറിയാം, പൈ ആർ സ്ക്വയർ ആയിരിക്കും. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ, അതായത് ഏരിയയുടെ ഡെറിവേറ്റീവ്. ഏരിയ പൈ ആർ സ്ക്വയർ ആണെങ്കിൽ ഡി എ ബൈ ഡി ആർ. അപ്പോൾ ഇതിൽ വരുന്നത് പൈ ആർ സ്ക്വയറിൽ പൈ കോൺസ്റ്റൻറ്റ്, ആറ് വേരിയബിളാണ്, ആറ് മാറിക്കൊണ്ടിരിക്കുകയാണ്. വലുതാവും തോറും സർക്കിൾ വലുതാവും തോറും ആറ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആറ് വേരിയബിളാണ്. ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ആറിൽ ചെയ്യുമ്പോൾ 2r എന്നാണ് കിട്ടുന്നത്. അപ്പം പൈ ഇൻറ്റു 2r എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 2π r എന്ന് എഴുതാം, അല്ലെങ്കിൽ 2r പൈ. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് r ഈക്വൽ ടു 3 ആവുമ്പോൾ എത്ര. അപ്പോൾ ഇതിൽ ആറിൻ്റെ സ്ഥാനത്ത് 3 കൊടുത്താൽ മതി. 2 ഇൻറ്റു 3π, അപ്പോൾ 6π എന്ന് കിട്ടും. അതാണ് ഒന്നാമത്തെ ആൻസർ, 6π. 6π യൂണിറ്റ്സ് എഴുതുന്നത് ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്, വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് പെർ സെൻറ്റിമീറ്റർ. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ r ഈക്വൽ ടു 4. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 4 സെൻറ്റിമീറ്റർ ആകുമ്പോൾ എത്രയെന്നാണ്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക, ആറിന് 4 കൊടുക്കുക. 2 ഇൻറ്റു 4 ഇൻറ്റു പൈ, 8π എന്ന് വരും. യൂണിറ്റ് അത് തന്നെ, 8π സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെൻറ്റിമീറ്റർ. കാരണം വിത്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇവിടെ പെർ സെൻറ്റിമീറ്റർ എഴുതിയത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 8π സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. ഇങ്ങനെ ചെയ്യാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഇത് എക്കണോമിക്സിലെ ആപ്ലിക്കേഷനാണ്. ടോട്ടൽ കോസ്റ്റ് സി ഓഫ് എക്സ് ഇൻ റുപ്പീസ് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് എക്സ് യൂണിറ്റ്സ് ഇൻ ഐറ്റം ഗിവൺ ബൈ സി ഓഫ് എക്സ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇത് ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷനാണ്. ഫൈൻഡ് ദ മാർജിനൽ കോസ്റ്റ് വെൻ 3 യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. 3 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള മാർജിനൽ കോസ്റ്റ് ആണ് കണ്ടെത്തുന്നത്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ കോസ്റ്റ് അറ്റ് എനി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ചില ക്വസ്റ്റ്യനിൽ ടോട്ടൽ കോസ്റ്റിന് വരാൻ ടോട്ടൽ റവന്യൂ പറയും, മാർജിനൽ റവന്യൂ കാണാൻ പറയും. എന്നാൽ ഇതേ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നിടത്ത് ഇത് സി ഓഫ് എക്സ് എന്നാണ് ആർ ഓഫ് എക്സ് എന്ന്. ഇതിൽ വേറെ ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. ടോട്ടൽ കോസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ കിട്ടുന്നതാണ് മാർജിനൽ കോസ്റ്റ്. അതാണ് എം സി എന്ന് എഴുതിക്കുന്നത്, അതായത് ഡി സി ബൈ ഡി എക്സ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് എഴുതുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നമുക്കറിയാം 0.005 എക്സ് ക്യൂബാണ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് അറിയാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എഴുതാം. 3 ഇൻറ്റു എക്സ് റൈസ് ടു 3 മൈനസ് 1, ദാറ്റ് ഈസ് 2. അപ്പോൾ 3x സ്ക്വയർ. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് 3x സ്ക്വയർ. അതുപോലെ തന്നെ രണ്ടാമത്തെ എക്സ് സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. എക്സ് സ്ക്വയർ വരുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 2x, എക്സ് പറയുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 1.
ഇവിടെ വേറെ നമ്പർ മാത്രമാണ്, അത് കോൺസ്റ്റൻറ്റ് ഒറ്റയ്ക്ക് വരുമ്പോൾ ഡെറിവേറ്റീവ് 0. അപ്പോൾ അതാണ് നമ്മൾ എഴുതിക്കുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് എഴുതുന്ന സ്റ്റെപ്പുകളാണ്. നമുക്ക് ഒറ്റ വരിയിൽ എഴുതാവുന്നേ ഉള്ളൂ. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്, ഒറ്റ വരിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഡെറിവേറ്റീവ് ഓരോന്ന് 3x², രണ്ടാമത്തെ 2x, അത് 1, 30 × 1, ലാസ്റ്റ് 0. ഇനി ചെയ്യേണ്ടത് സിംപ്ലിഫൈ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഇനി നമുക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യനിൽ 3 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്രയെന്നാണ് ചോദിച്ചത്. അപ്പോൾ എക്സിന് 3 അപ്ലൈ ചെയ്താൽ മതി. ഇവിടുത്തെ എക്സിന് 3 അപ്ലൈ ചെയ്യുക. അപ്പോൾ × 3² × 3 + 30 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 30.015 റുപ്പീസ് എന്ന് കിട്ടും. ഇതാണ് മാർജിനൽ കോസ്റ്റ്. അപ്പോൾ അതിന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 30.02 എന്ന് എഴുതാം ഇയർലി. അപ്പോൾ മാർജിനൽ കോസ്റ്റിന് വരെ മാർജിനൽ റവന്യൂ ആണ് ക്വസ്റ്റ്യനിൽ വന്നാൽ ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ MCക്ക് വരെ MR എന്നേ ഉള്ളൂ. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റോ ടോട്ടൽ റവന്യൂ എന്ന് തന്നിരുന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ കിട്ടുന്നത് മാർജിനൽ കോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ ആയിരിക്കും. ഇത്രയും മാത്രം ചെയ്താൽ മതി. എന്നിട്ട് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആ വാല്യൂ എത്ര, യൂണിറ്റ്സ് എത്ര എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വേറൊരു ക്വസ്റ്റ്യൻ. ദി വോളിയം ഓഫ് എ ക്യൂബ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 9 cubic centimeter/second. ഒരു സെക്കൻഡിൽ 9 cubic centimeter ആണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. ഈ ക്യൂബിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്ത് വലുതായി ക്യൂബ് വലുതായി വരുമ്പോഴാണ് അകത്തുള്ള ആ സ്പേസ് ഇൻക്രീസ് ചെയ്യുന്നത്, വോളിയം. ഹൗ ഫാസ്റ്റ് ഇത് സർഫസ് ഏരിയ ഇൻക്രീസിങ്? സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഏരിയ, ഫുൾ ഏരിയ, 6 സൈഡിൻ്റെ ഏരിയയാണ് സർഫസ് ഏരിയ. വെൻ ദ ലെങ്ത് ഓഫ് എഡ്ജ് ഇസ് 10 centimeter. എഡ്ജ് വലുതാവും, ക്യൂബ് വലുതാവും തോറും എഡ്ജ് വലുതാവും. എഡ്ജ് 10 ആകുമ്പോൾ സർഫസ് ഏരിയ എത്രയാകും എന്നാണ് ചോദിച്ചത്. അപ്പോൾ എഡ്ജിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം, വോളിയം വി എന്ന് എടുക്കാം, ടി ടൈം. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് എ ക്യൂബ് പഠിച്ചിട്ടുണ്ടല്ലോ, എ ക്യൂബ് എന്നോ എക്സ് ക്യൂബ് എന്നോ പറയാം. അപ്പോൾ ഇവിടെ സൈഡ് ക്യൂബ് എന്നാണ്, സൈഡ് എക്സ് ആയതുകൊണ്ട് എക്സ് ക്യൂബ് എന്ന് പറയാം. ഇക്വേഷൻ നമ്പർ 1. ദി വോളിയം ഓഫ് ക്യൂബ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 9 cubic centimeter/second. അതായത് സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 9 cm³ ആണ് ഇൻക്രീസ് ചെയ്യുന്നത് വോളിയം ഓഫ് ക്യൂബ്. അത് നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയത്തിന് നമ്മൾ dV/dt = 9. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം അതാണ് 9 cm³/second. അതാണ് dV/dt. ഇതിൽ വി എന്ന് പറയുന്ന എക്സ് ക്യൂബ് ആണ്. വിയുടെ സ്ഥാനത്ത് എക്സ് ക്യൂബ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dx³ / 9 എന്ന് പറയും. ഇതിന് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, ഇവിടെ നോക്കിയാൽ 3x². പക്ഷേ വിത്ത് റെസ്പെക്റ്റ് ടി ആയതുകൊണ്ട് ചെയിൻ റൂളും കൂടെ അപ്ലൈ ചെയ്യണം. dx/dt, ഒരു dx/dt കൂടെ വരും. റൈറ്റ് സൈഡ് ഡെറിവേറ്റീവ് ഒന്നും എടുക്കാൻ പറയുന്നില്ല, 9 അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക 3x². വിത്ത് റെസ്പെക്റ്റ് എക്സ് ആണെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി. ഇനി ടി ആയതുകൊണ്ട് ഒരു dx/dt കൂടെ എഴുതണം, കാരണം വേരിയബിളും വേറെ ആയതുകൊണ്ട് ചെയിൻ റൂളും കൂടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൽ dx/dt ആണ് × 3x² ഇപ്പുറത്ത് വരും /3x² ആവും. 9ഉം 3 ക്യാൻസൽ ആവും, 3/x² എന്നാവും. ഇതിനാണ് അതായത് dx/dt എന്ന് പറഞ്ഞാൽ നമ്മളെ ക്വസ്റ്റ്യനിൽ പറയുന്ന അനുസരിച്ച് എക്സ് എന്ന് പറഞ്ഞ എഡ്ജാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഡ്ജ് ഈ റേറ്റിലായിരിക്കും, ഈ ഇക്വേഷൻ്റെ രീതിയിലായിരിക്കും സംഭവിക്കുന്നത്, 3/x². ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് സർഫസ് ഏരിയ എന്താണ്? സർഫസ് ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം, 6 × സൈഡ് സ്ക്വയർ എന്നാണ് സർഫസ് ഏരിയ ഓഫ് ക്യൂബ്. അപ്പോൾ നമുക്ക് എക്സ് സൈഡ് ആയതുകൊണ്ട്, എഡ്ജ് ആയതുകൊണ്ട് 6 × x² എന്ന് എഴുതാം. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ നമ്മൾ എഴുതുന്നത് എപ്പോഴും ഡെറിവേറ്റീവ് എഴുതിയാൽ മതി, ds/dt. ഇപ്പോൾ ds/dt = d/dt ഓഫ് എസിൻ്റെ സ്ഥാനത്ത് 6x² അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ഡെറിവേറ്റീവ് എടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഡെറിവേറ്റീവ് 6 എഴുതുക, x² ഡെറിവേറ്റീവ് 2x ആണ്, ടിയിലായതുകൊണ്ട് ഒരു dx/dt കൂടെ എഴുതണം. അതാണ് എഴുതിക്കുന്നത്, 6 × 2x × dx/dt. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12x × dx/dt. dx/dt നമ്മൾ നേരത്തെ കണ്ടെത്തി വെച്ചു, ഇക്വേഷൻ 1 കണ്ടെത്തി വെച്ചിട്ടുണ്ട്. dx/dt എത്രയാണെന്ന് നമുക്ക് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. dx/dt ഇക്വേഷൻ 2 3/x² എന്നാണ്. അത് അപ്ലൈ ചെയ്യുക, 3/x² അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12 ×
3 36 by x എന്ന് പറയും. എക്സ് സ്ക്വയർ വെട്ടിപ്പോകും. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ കിട്ടിക്കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് എക്സ് 10 ആകുമ്പോൾ എത്ര? അപ്പോൾ എക്സിനോട് 10 അപ്ലൈ ചെയ്താൽ മതി. എക്സിൻ്റെ സ്ഥാനത്ത് 10 കൊടുക്കുമ്പോൾ 36 by 10 3.6 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പോൾ സർഫസ് ഏരിയ ഒരു സെക്കൻഡിൽ 3.6 ആണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. വേറൊരു ക്വസ്റ്റ്യൻ ആണ്. The stone dropped into a quiet lake and waves moves in a circles at a speed of 4 centimeter per second. ഒരു നിശ്ചലമായി കിടക്കുന്ന ഒരു ലേക്കിൽ അല്ലെങ്കിൽ ഒരു വെള്ളക്കെട്ടിലോ കുളത്തിലോ എവിടെയാണെങ്കിലും ഒരു കല്ലെടുത്തിടുമ്പോൾ നമുക്ക് വേവ്സ് ഉണ്ടാവുമല്ലോ. ഈ വേവ്സ് ഉണ്ടാവുന്നത് സർക്കുലർ വേവ്സ് ആയിരിക്കും. ഒരു സർക്കിൾ ഇങ്ങനെ വലുതായി പിന്നെ ഇങ്ങനെ ഒരുപാട് സർക്കിൾസ് ഇങ്ങനെ വരുന്നതാണ്, വലുതായി പോകുന്നതാണ്. At the instant when the radius of the circular wave 10 cm, how fast the enclosed area increasing? ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന എത്ര സ്പീഡിലാണെന്ന് കണ്ടെത്താം. ആർ എന്ന് പറയുന്ന റേഡിയസ് ആണ്, എ ഏരിയ ആണെന്ന് എടുക്കുക, ക്യാപിറ്റൽ എ. അപ്പോൾ when the stone drop into the lake, waves move in a circular shape. 4 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാണ്. ഒരു സെക്കൻഡ് 4 സെൻറ്റിമീറ്റർ ആണ് സ്പീഡ് പോകുന്നത്. റേഡിയസ് ഓഫ് സർക്കിൾ ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 4 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഇതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാം? റേഡിയസ് ഓഫ് സർക്കിൾ ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 4 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അതിന് നമ്മൾ എഴുതുക റേറ്റ് ഓഫ് ചേഞ്ച് ആണത്. റേറ്റ് ഓഫ് ചേഞ്ച് ആയതുകൊണ്ട് റേഡിയസ് ആർ ആയതുകൊണ്ട് dr/dt ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്, നമ്മൾ മാത്തമാറ്റിക്കലി എഴുതി. dr/dt ആണ് തന്നിട്ടുള്ളത്, അതായത് റേഡിയസിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ചോദിച്ചത്. വെൻ r ഈക്വൽ ടു 10. അപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ട dA/dt. dA/dt കണ്ടെത്തുക. നമുക്ക് സർക്കിൾ ആയതുകൊണ്ട് πr² ആയിരിക്കും ഏരിയ. തൊട്ട് മുന്നേ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. πr² പൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ π × 2r എന്ന് വരും. π × 2r. t ആയതുകൊണ്ട് ഒരു dr/dt കൂടെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇവിടെ ഈ സ്റ്റെപ്പ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. π × 2r × ചെയിൻ റൂൾ dr/dt. ഇതിൽ dr/dt ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. ആറിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാം. ആറിൻ്റെ വാല്യൂ എത്ര? 10 ആണ്. ആറിൻ്റെ വാല്യൂ 10 കൊടുക്കുമ്പോൾ 80 π എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 80 π സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഏരിയ കൂടുന്നത് 80 π സെൻറ്റിമീറ്റർ സ്ക്വയറിലാണെന്ന് നമുക്ക് പറയാം. ഇനി ബലൂണിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ബലൂൺ നമുക്കറിയാം സ്പെറിക്കലാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇൻഫ്ലൈറ്റഡ് ബൈ പമ്പിങ് 900 cubic centimeter ഓഫ് ഗ്യാസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഇത്രയും ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ഗ്യാസ് പമ്പ് ചെയ്യുന്നത്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ അറ്റ് വിച്ച് റേഡിയസ് ഓഫ് ബലൂൺ ഇൻക്രീസസ് ആൻഡ് റേഡിയസ് 15 സെൻറ്റിമീറ്റർ. അതെങ്ങനെയാണ് നോക്കാം. ബലൂൺ സ്പെറിക്കൽ ആയതുകൊണ്ട് നമുക്ക് വോളിയത്തിൻ്റെ ഫോർമുല അറിയാമല്ലോ. വോളിയം സ്പിയറിൻ്റെ വോളിയം നമുക്ക് എഴുതാം. അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി. വി നമുക്ക് വോളിയം ആയിട്ട് എഴുതാം. 900 cubic centimeter ഓഫ് ഗ്യാസ് ആണ് ഒരു സെക്കൻഡിൽ. അതായത് വോളിയം ഓഫ് ബലൂൺ ഇൻക്രീസിങ് 900 cm³ per second എന്നാണ് എൻ്റെ അർത്ഥം. അതായത് മാത്തമാറ്റിക്കലി നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് വോളിയം dV/dt ആണ് തന്നിട്ടുള്ളത്. 900 cm³ per second. ഇനി നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് at which radius of balloon increases അത് നമുക്ക് എങ്ങനെ എഴുതാം? dr/dt ആണ്. when r equal to 15. ഇപ്പോൾ സ്പിയറിൻ്റെ വോളിയം കാണേണ്ട ഫോർമുല അറിയാം. 4/3 πr³ ആണ് സ്പിയറിൻ്റെ വോളിയം. ഇത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ dV/dt ഈക്വൽ ടു d/dt ഓഫ് 4/3 πr³. ഇപ്പോൾ dV/dtയിൽ നമുക്ക് 4/3 π കോൺസ്റ്റൻ്റ് ആണ്. r³ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ടിയിൽ. r³ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 3r² ഇൻറ്റു ചെയിൻ റൂളിൽ dr/dt. നമുക്ക് ഈ സ്റ്റെപ്പ് ഡയറക്റ്റ് ആയിട്ട് എഴുതാം.
ഈ ഡി വി ബൈ ഡി ടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഡി ആർ ബൈ ഡി ടി മാത്രം ഇവിടെ ഇട്ടിക്കുക, ബാക്കി ടേംസ് എല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരും. അപ്പോൾ ബൈ ആവും. ഈ ടേംസ് എല്ലാം പൈക്ക് 22/7 കൊടുക്കുക. ആ by7 മുകളിൽ പോവും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു വാല്യൂ, ആറിലെ വാല്യൂ കിട്ടും. നമുക്ക് ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, r = 15 ആണ്. അപ്പോൾ 15 കൂടെ സിംപ്ലിഫൈ അപ്ലൈ ചെയ്യുക ആറിൻ്റെ സ്ഥാനത്ത്. നമുക്ക് 1/π എന്ന് പറയും. അപ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് ബലൂൺ ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് 1/π cm/s when r = 15 cm എന്ന് കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് പറയുമ്പോൾ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് പറയുമ്പോൾ ഡെറിവേറ്റീവിൽ റേറ്റ് ഓഫ് ചേഞ്ച് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് ഇവിടെ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.